സർ, എപ്പോഴാണ് ഒരു ബിസിനസ് സ്ഥാപനത്തിന് ടാക്സ് ഓഡിറ്റ് വരുന്നത്? ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടത് ഒരു സർട്ടൻ ടേൺ ഓവർ ലിമിറ്റിന് മീതെ കടക്കുമ്പോഴാണ്. നമ്മളൊരു ബിസിനസ് സ്ഥാപനവും പ്രൊഫഷണൽ ഫേമിനും തിരിച്ച് നമുക്ക് ഇൻകം ടാക്സിൽ ഒരു ലിമിറ്റുകൾ പറയുന്നുണ്ട്. ബിസിനസ് സ്ഥാപനത്തിന് 1 കോടിക്ക് മീതെ ടേൺ ഓവർ ഉണ്ടെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ ആ കൊല്ലം ആൾ ടാക്സ് ഓഡിറ്റ് നിർബന്ധമായിട്ടും ചെയ്യണം. കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്, നേരത്തെ 44 AD പറഞ്ഞ കുറച്ച് എക്സെപ്ഷൻസ് ഉണ്ട്. അത് കൂടാതെ തന്നെ അത് നോക്കാതെ ടാക്സ് ഓഡിറ്റിൽ 1 crore ആണ് ലിമിറ്റ് ഉള്ള ഒരു ബിസിനസ് സ്ഥാപനത്തിനെ സംബന്ധിച്ച്. ഇനി പ്രൊഫഷണൽ ഫേമിൽ ആ ലിമിറ്റ് വരുന്നത് 50 lakh ആണ്. അപ്പോൾ ഞാൻ ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ്, എനിക്ക് എൻ്റെ ഫേമിൻ്റെ ഗ്രോസ് ടേൺ ഓവർ 50 lakhന് മീതെ വന്നിട്ടുണ്ടെങ്കിൽ ഞാനും എൻ്റെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് കൂടാതെ നമ്മൾ 44 AD എന്ന് പറഞ്ഞ നേരത്തെ ഡീംഡ് 8% ഡിക്ലെയർ ചെയ്യുന്ന ഒരു പ്രൊവിഷൻ കണ്ടിരുന്നല്ലോ. ആ പ്രൊവിഷൻ പ്രകാരം ഡിക്ലെയർ ചെയ്തുള്ള ഒരാൾ പിറ്റത്തെ കൊല്ലത്തിൽ ആ സ്കീമിൽ നിന്ന് ഓപ്റ്റ് ഔട്ട് ചെയ്തു, ആൾ ആ സ്കീം അടുത്ത കൊല്ലത്തിൽ ഓപ്റ്റ് ചെയ്യുന്നില്ലെങ്കിൽ അയാളുടെ ആ കൊല്ലത്തെ ഇൻകം നമ്മൾ മാക്സിമം എക്സംപ്റ്റ് ആയിട്ടുള്ള ഇൻകത്തേക്കാൾ കൂടുതലാണെങ്കിൽ, മാക്സിമം എക്സംപ്റ്റ് എന്ന് പറഞ്ഞാൽ ബേസിക് എക്സംഷൻ 2.5 ലക്ഷം 3 ലക്ഷത്തിനും കൂടുതലാണെങ്കിൽ ആ പാർട്ടി മാൻഡേറ്ററി ആയിട്ട് ടാക്സ് ഓഡിറ്റ് ചെയ്യേണ്ടതാണ്. ഒരു ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആണ് ഓഡിറ്റ് ചെയ്യേണ്ടത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് മാൻഡേറ്ററി ആയിട്ട് ഓഡിറ്റ് ചെയ്തിട്ട് വേണം റിട്ടേൺ ഫയൽ ചെയ്യാൻ. അതിനൊരു പെനാൽറ്റി ഒക്കെ ഉണ്ട്, അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്.